നമ്മൾ വിചാരിക്കും നമുക്കൊരു യൂണിക്ക് ഐഡിയ ഉണ്ട്, പക്ഷേ ഇതേ ഐഡിയ ചിന്തിക്കുന്ന 10,000 പേര് പുറത്തുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാനൊരു തോട്ടുണ്ട്. അതുപോലെ എല്ലാം കറക്റ്റായിട്ട് ഒരിക്കലും ഒരു സംഗതി ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് എത്രയും ഫാസ്റ്റായിട്ട് അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഫൗണ്ടേഴ്സിനോട് ഇത് ശരിക്കും ഇതിൻ്റെ ഒരു വേറെ വേർഷനെ പറയില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നിയ ഐഡിയ ഉണ്ടല്ലോ, ഇതൊരു 10 വർഷം മുന്നെയെങ്കിലും വെസ്റ്റേൺ കൺട്രീസിൽ ഇപ്പോൾ US അല്ലെങ്കിൽ UK ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. കാരണം നമുക്ക് തോന്നുന്ന ഐഡിയകളൊക്കെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഐഡിയ തോന്നുന്നത്, അതായത് നമ്മുടെ എക്സ്പോഷറിൽ നിന്ന്. അപ്പം നമുക്ക് കിട്ടിയ എക്സ്പോഷർ, ഇതേ എക്സ്പോഷർ 10-15 വർഷം മുന്നേ വെസ്റ്റേൺ കൺട്രീസിൽ സ്റ്റുഡൻസിന് ക്യാമ്പസുകളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ബേസിക്കലി നമ്മളിപ്പോൾ ചിന്തിക്കുന്ന എല്ലാ ഐഡിയകളും 10 വർഷം മുന്നേ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഐഡിയ ഓൾറെഡി ഇന്ത്യയിൽ ആരെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ബേസിക്കലി ഐഡിയ എന്ന് പറയുന്നത് ഒരു 1% എന്നാണ്. അത് ഞാൻ ഫോർ ദി സേക്ക് ഓഫ് ആ ഒരു മെഷർമെൻറ്റിനാണ് 1% പറയുന്നത്. ശരിക്കും 0.something ആണ്. ആ 1% ആണ് ഐഡിയ വരുന്നത്. ബാക്കി 99% എക്സിക്യൂഷനാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു 0 to 1 സ്റ്റേജ് ഫൗണ്ടേഴ്സിൻ്റെ ഒരു 1% ആൾക്കാർ പോലും ഒരു ബിയോണ്ട് 100 അല്ലെങ്കിൽ ഒരു 10 to 100 സ്റ്റേജ്, ആ സ്കെയിലിംഗ് സ്റ്റേജ് സർവൈവ് ചെയ്യാത്തത്. കാരണം ഇവരെല്ലാവരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് നമ്പർ ഓഫ് റീസൺസ് ഉണ്ട്, ബട്ട് ദേ ഡോണ്ട് ഹാവ് എനി റീസൺ ടു ബി ആൻ എക്സിക്യൂട്ടർ. അത് എക്സിക്യൂട്ട് ചെയ്ത് ഒരുപാട് കാലത്തേക്ക് ആ വിഷൻ കൊണ്ടുപോകാനുള്ളൊരു സ്കില്ല് പലർക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും എക്സിക്യൂഷൻ തന്നെയാണ് ദ മേജർ തിങ്.